അങ്കമാലിക്കാരുടെ സ്വന്തം സർലാസ്. എന്ത് വിശേഷ ദിവസം ആയിക്കോട്ടെ, പള്ളിപ്പെരുന്നാളോ കല്യാണോ അങ്ങനെ എന്തായാലും നല്ല പോർക്ക് വരട്ടിയതിൻ്റെയും ബീഫ് ഉലത്തിയതിൻ്റെയും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി കനം കുറഞ്ഞ് ഒരേ വലിപ്പത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇങ്ങനെ തിരുമ്മിയെടുക്കുമ്പോൾ നമ്മുടെ സവോള നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ തിരുമ്മുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഇതിനകത്ത് കുറച്ച് ആ സവോളയുടെ നീര് ഊറി വരും. അത് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്കൊരു 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കൂടെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും, 1 സ്പൂൺ വെളിച്ചെണ്ണയും 2 സ്പൂൺ വിനാഗിരിയും ചേർത്ത് നമുക്കൊന്നുകൂടെ ഇതൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഒരു പകുതി തേങ്ങ, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിക്ക് പാലെടുത്തിരിക്കുന്നതാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഏറ്റവും അവസാനം ഒഴിച്ചു കൊടുക്കണേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ പോർക്ക് ഫ്രൈഡേയും ബീഫ് ഉലത്തിയതിൻ്റെ ഒക്കെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.